വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പരീക്ഷക്കാലാണ്. പരീക്ഷയെ നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിടണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയണം അല്ലെ. കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ തന്നെ എഴുതാൻ പറ്റുന്ന തരത്തിൽ എത്തിക്കഴിഞ്ഞു നമ്മള് മലയാളമൊക്കെ. കാരണം നമ്മൾ ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഒട്ടും ഭയപ്പെടാനില്ല. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ്, മുൻവർഷ ചോദ്യമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കാണണം. കാണുന്ന ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കമന്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. കൃത്യമായിട്ട് മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ പങ്കെടുക്കാം. അപ്പൊ ടീച്ചർക്ക് പറയാനുള്ളത് പ്രവർത്തനം, ലഘുക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. വായനാ ദിനത്തോടനുബന്ധിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തിൽ നടന്നിട്ടുണ്ടാവുമല്ലോ. നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വായനാ ദിനം നിങ്ങൾക്ക് സ്കൂളിൽ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. പല ദിനാചരണങ്ങളിൽ അല്ലെ, വായനാ ദിനത്തില് നടന്ന പ്രവർത്തനത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാം. വായനാ ദിനവുമായി ബന്ധപ്പെട്ട എന്റെ സ്കൂളിൽ നടന്ന വ്യത്യസ്തമായ പരിപാടിയായിരുന്നു എന്റെ എഴുത്തുകാരൻ എന്നത്. ഓരോ കുട്ടിയും അവർക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരനെ കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ 5 പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതാണ് എന്റെ എഴുത്തുകാരൻ എന്ന പരിപാടി. ആ പരിപാടിയിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ഞാൻ എന്റെ എഴുത്തുകാരനായി കണ്ടിരുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരോടും ചോദിച്ചറിഞ്ഞും വായിച്ചു ഞാൻ മനസ്സിലാക്കി. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്നീ കഥകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. വളരെ രസകരമായതും ഉപയോഗപ്രദവുമായ പരിപാടിയായിരുന്നു അത്. ഏറ്റവും മികച്ച അവതരണങ്ങൾക്ക് സമ്മാനവും ഉണ്ടായിരുന്നു. സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അനുഭവമായി ഞാൻ അതിനെ കാണുന്നു. അപ്പൊ വായനാ ദിനത്തിൽ നടന്ന എന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ചാണ് ഇവിടെ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിലെ കുറിപ്പുകൾ എഴുതാം. അത് ഏത് വിഷയം വന്നാലും നമുക്കത് എഴുതാൻ പറ്റണം. അപ്പോൾ ടീച്ചറെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.